സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ വളരെ വ്യക്തിപരമായും കുടുംബത്തോട് സംസാരിക്കുന്ന ഒരു സമയമാണ്. ഒന്നാമത്തെ ദൈവവചനം അത് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം 24-ന്റെ 2-ാം ഭാഗം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 24-ന്റെ ബി സെക്കൻഡ് പാർട്ടാണ് നമ്മൾ വായിക്കുന്ന ഒന്നാമത്തെ തിരുവചനം. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പുറപ്പാട് 20-ാം അധ്യായം 24-ാം തിരുവചനം. എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇതാണ് ദൈവവചനം. നമുക്ക് ഈ വചനം ഒന്ന് സ്വീകരിക്കാം. വലതുകരൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയുമ്പോൾ ഒന്ന് ഏറ്റു പറയണേ. പുറപ്പാട് പുസ്തകം, ഉച്ചത്തിൽ പറ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനം. എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കൈതാത്തിക്ക്. കർത്താവ് ഒരു വാഗ്ദാനം നൽകുകയാണ്. ഇത് വളരെ ശക്തമായൊരു വാഗ്ദാനമാണ്. ശ്രദ്ധിച്ച് പഠിച്ചാൽ ഈ വാഗ്ദാനം മുഴുവൻ നിങ്ങൾക്ക് ഇന്ന് സ്വീകരിച്ചു കൊണ്ടുപോകാൻ പറ്റും. എന്താണ് വാഗ്ദാനം? എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം എന്ത് സംഭവിക്കും? വചനം പറയാണ്, ദൈവം ആ സ്ഥലത്തേക്ക്, ആ വ്യക്തികളിലേക്ക് കടന്നു വന്ന് അവരെ ദൈവം അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ എന്താണ്? യേശുവിന്റെ നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. എൻ്റെ നാമം, ദൈവത്തിന്റെ നാമം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എന്ത് സംഭവിക്കും? ദൈവികമായിട്ടുള്ള ശക്തി നമ്മുടെ പക്കലേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ആമേൻ എന്ന് പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. രണ്ടാമത്തെ ദൈവവചനം അത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനമാണ്. മത്തായിയുടെ സുവിശേഷം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 18 വേഴ്സ് 20, 20-ാം തിരുവചനം. എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ചോ? രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ. നമ്മുടെ ഈ കൂട്ടായ്മയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൂട്ടായ്മയും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ ഇഷ്ടം പോലെ സമ്മേളനങ്ങളൊക്കെ നമ്മൾ നാട്ടിലെ കാണുന്നതല്ലേ. ഇഷ്ടം പോലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂട്ടായ്മ, സാമൂഹ്യ പ്രവർത്തകരുടെ സമ്മേളനങ്ങൾ, വലിയ ശക്തി പ്രകടനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ആൾക്കൂട്ടമുണ്ട്, ഇവിടെയും ആൾക്കൂട്ടമുണ്ട്. എന്താ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവരുടെ പ്രകടനം കഴിഞ്ഞാൽ ബിരിയാണി കിട്ടുമോ? എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? ഇപ്പൊ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്താ ഇതിന്റെ അതും ഇതും തമ്മിൽ വ്യത്യാസം? എന്താ പറ, ഉച്ചത്തിൽ പറഞ്ഞ അറിയാം. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ടാ വചനം പറയുന്നത് എന്താണ്? എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഇത് വെറുതെയുള്ള കൂട്ടായ്മയല്ല, ഇത് സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയല്ല, രാഷ്ട്രീയ ചിന്തകരുടെ കൂട്ടായ്മയല്ല. മറിച്ച് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒറ്റ കാര്യത്തോടു കൂടിയാണ്. അത് ദൈവനാമത്തിലാണ്. വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞേ. നല്ല ഒച്ചത്തിൽ പറഞ്ഞേ. വലതുകൈ ഉണ്ടെങ്കിൽ വലതുകര ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ ആമേൻ, ആമേൻ. അപ്പൊ ഈ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയട്ടെ. പലരുടെയും ചിന്ത എന്തെന്നറിയോ? ആവശ്യം സാധിച്ച് കിട്ടാനുള്ളൊരു വചനമാണെന്നൊരു ചിന്തയുണ്ട്. അതായത് വചനം എന്താ പറയുന്നത്? എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അപ്പൊ എൻ്റെ ആവശ്യങ്ങളൊക്കെ കിട്ടും. അതിനേക്കാൾ ഉപരിയായി ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനു മുമ്പ് 19-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചാൽ എന്തിനാണ് ഈ 20-ാമത്തെ വചനം എന്ന് മനസ്സിലാവും. 19-ാമത്തെ വചനം ഒന്ന് വായിച്ചേ.
19-ാമത്തെ വചനം വായിച്ചോ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അതിന് തൊട്ടു മുകളിലുള്ള ഒരു വചനം കൂടെ ഒന്ന് വായിച്ചേ. വളരെ ശക്തമായ ഒരു കാര്യം കൂടെ പഠിച്ചോ. 18-ാം തിരുവചനം വായിച്ചോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കണ്ടോ എന്ന് പറഞ്ഞാൽ തിരുവചനം പഠിപ്പിക്കുന്നത് ഈ 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും, നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ജർമ്മൻ വിസ കിട്ടുന്നതും കാനഡയ്ക്ക് പോകുന്നതും PR ലഭിക്കുന്നതും വീട് പണിയും മാത്രമല്ലെന്ന്. അത് മാത്രമല്ല, നമ്മുടെ ചിന്ത പെട്ടെന്ന് അതാ വരുന്നത്. അതല്ല, മറിച്ച് വചനം പറയുന്നത് ഈ ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗം നിനക്ക് വേണ്ടി കെട്ടിയിടും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ തിന്മയോടുള്ള നിന്റെ നിലപാട് സ്വർഗം നിനക്ക് കൂട്ടുനിൽക്കുമെന്നാ പറയണേ. സ്വർഗം നിനക്ക് വേണ്ടി കൂട്ടുനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 1, 2, 3 സംഭവങ്ങൾ ഒന്ന് പറയാം. നിങ്ങളത് വെറുതെ കേട്ടിരുന്നാൽ മതി. ഇനി നിങ്ങളുടെ കുടുംബത്തോടോ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും കുടുംബജീവിത അവസ്ഥയോട് ബന്ധമുണ്ടെങ്കിൽ ധ്യാനിക്കണം. കേട്ടല്ലോ, വെറുതെ കേട്ടിരിക്കുക. ഈ അടുത്ത നാളുകളിൽ കൺവെൻഷൻ നടത്താൻ വേണ്ടി തിരുവനന്തപുരത്തിനപ്പുറത്ത് നെയ്യാറ്റിങ്കർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരമ്മ 2 കുട്ടികളെയും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വന്നു. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ ചെറുക്കൻ, മൂത്ത കുട്ടി 12-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ അമ്മ ഇവർ 2 പേരെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇവര് കാരണം ഞാൻ വല്ലാണ്ട് ജീവിതം മടുത്തിരിക്കുവാണ്. അമ്മയുടെ സംസാരമാണ്. ഞാൻ ചോദിച്ചു, എന്താ മടുക്കാൻ കാരണം? അച്ഛാ, ഈ ചെറുക്കനുണ്ടല്ലോ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൻ, എൻ്റെ അച്ഛാ, ഇവന്റെ വായിൽ നിന്ന് വീഴുന്നത് കേൾക്കണം. അച്ഛാ, ഇത് എവിടുന്നാ പഠിച്ചെന്നറിഞ്ഞുകൂടാ. വായിന്ന് വീഴുന്നത് തെറി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ അച്ഛാ, ജീവിതത്തിൽ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത തെറി, പച്ചത്തെറി. 7-ാം ക്ലാസ്സുകാരന്റെ വായിന്ന് എപ്പോഴും വീഴും പച്ചത്തെറി. ഇനി ഇവന് ദേഷ്യം വന്നാൽ ഇവൻ ചെയ്യുന്ന 2-ാമത്തെ കാര്യം, ഇവൻ ഉടനെ തന്നെ വെട്ടുകത്തി, പാര മുതലായിട്ടുള്ള മാരകായുധങ്ങൾ എടുത്ത് ഒന്നില്ലെങ്കിൽ മറ്റുള്ളവരെ വെട്ടാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ അവൻ സ്വയം മുറിവേൽപ്പിക്കും. ഇച്ചിരൂടെ ദേഷ്യം കയറി കഴിഞ്ഞാൽ ഇവൻ വീടിന്റെ മുകളിലെ ടെറസിന്റെ മുകളിൽ ചെന്നിട്ട് പറയും, ഞാനിപ്പോ എടുത്ത് ചാടും. ഇല്ലെങ്കിൽ അച്ഛാ, ഇവൻ കഴിഞ്ഞ ദിവസം മുറിക്കകത്തോട്ട് കയറി തുണിയെടുത്ത് കഴുത്തെ ചുറ്റി ഞാൻ കെട്ടിത്തൂങ്ങി ചാകാൻ പോവാന്ന് പറയുന്നു 7-ാം ക്ലാസ്സുകാരൻ. ഞാൻ ഇവനോട് ചോദിച്ചു, എടാ, നീ എവിടുന്ന ഈ തെറിയെല്ലാം പഠിച്ചത്? അത് സ്കൂളിൽ നിന്ന് പഠിച്ചതാ അച്ഛാ. വളരെ സ്മാർട്ടാണ് ചെറുക്കൻ. ഞാൻ ചോദിച്ചു, ഈ കെട്ടിത്തൂങ്ങി മരിക്കാനൊക്കെ എവിടുന്ന പഠിച്ചേ? സിനിമയിൽ നിന്ന് പഠിച്ചു. അപ്പൊ എല്ലാത്തിനും അവന്റെ കയ്യിൽ ഉത്തരവുണ്ട്. അപ്പൊ അതാണ് 7-ാം ക്ലാസ്സുകാരന്റെ അവസ്ഥ. അമ്മയുടെ സങ്കടം എന്താ? ഇവൻ കാരണം ഞാൻ മടുത്തു. 2-ാമത്തത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂത്ത പെണ്ണാണ്. ഞാൻ ചോദിച്ചു, എന്താ ഇവളുടെ കുഴപ്പം? അതാണ് അതിനേക്കാളും ബെസ്റ്റ്. എൻ്റെ അച്ഛാ, ഇവൾക്ക് മൂഡ് സ്വിങ്സ് ആണെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് മുഴുവനായിട്ട് മനസ്സിലായില്ല അച്ഛാ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡാണത്. എൻ്റെ അച്ഛാ, ഇവൾക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇവളുടെ ഈ മാനസികാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മാനസികാവസ്ഥ അച്ഛാ വളരെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിൽക്കണ സ്ഥലത്ത് നിന്ന് കരയാൻ തുടങ്ങും, ചിലപ്പോൾ നിൽക്കണ സ്ഥലത്ത് നിന്ന് ചിരിക്കാൻ തുടങ്ങും. കരയണമെങ്കിലും ചിരിക്കണമെങ്കിലും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എൻ്റെ അച്ഛാ, സ്കൂളിൽ പോലും ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചില സ്വഭാവ രീതികൾ എന്നാന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. അച്ഛാ, പൈശാചിക പീഡയാണ് 2 അതാ ഞങ്ങൾ അച്ഛനിലേക്ക് കൊണ്ടുവന്ന ഇതിങ്ങളെ 2നെയും ബന്ധിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരാളും കൂടെ ഉണ്ടല്ലോ, അതാരാ? ഇവരുടെ അപ്പൻ എവിടെ? അച്ഛാ, അപ്പനുണ്ട്, കുഴപ്പമൊന്നുമില്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനാ. ഞാൻ ചോദിച്ചു, പ്രാർത്ഥന ആ കാര്യത്തിൽ വലിയ താല്പര്യമില്ല കേട്ടോ. നല്ല മനുഷ്യനാണ്, പക്ഷെ ഈ പള്ളി പോവുക, ധ്യാനത്തിന് പോവുക, പ്രാർത്ഥിക്കുക, അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അച്ഛൻ നല്ല മനുഷ്യനാണ്. അപ്പൊ ഈ ഭാര്യ ഭർത്താവിന് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നല്ല മനുഷ്യനാണ്, പക്ഷെ പ്രാർത്ഥനയൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം,
ഇവിടെ ഇരിക്കുന്ന അനേക കുടുംബങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടോ? പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? അപ്പോ ഉടനെ ഈ അമ്മ പറഞ്ഞു, അച്ഛാ ഞാൻ പ്രാർത്ഥിക്കും, ഇതിങ്ങളുടെ കാര്യം ഒന്നും പറയണ്ട. ഞാൻ ചോദിച്ചു, അപ്പോൾ ഭർത്താവ് പ്രാർത്ഥിക്കാൻ വരുമോ? വന്നിരിക്കും, പക്ഷേ വായിൽ നിന്ന് കമ എന്നൊരക്ഷരം വീഴത്തില്ല. കല്യാണം കഴിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ ചെന്ന് അന്ന് തൊട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ ശ്രദ്ധിക്കുന്നതാ. പ്രാർത്ഥനയുടെ സമയത്ത് അയാൾ വാ തുറക്കത്തില്ല. അച്ഛാ, ഈ ഇളയ ചെറുക്കനുണ്ടല്ലോ, അപ്പന്റെ അടുക്കെ ചെന്നിട്ട് കിടക്കും. അപ്പൻ അവന്റെ തലയിൽ തലോടും. അവൻ പ്രാർത്ഥനാ സമയത്ത് കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. ഇവിടെ ഇരിക്കുന്ന 12ാം ക്ലാസ്സുകാരി പ്രാർത്ഥന തുടങ്ങാൻ നേരത്ത് വരും. എന്നിട്ട് അവൾ എന്തൊക്കെയോ ചെയ്തിട്ട് അവൾ പറയും, ഞാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് 10 നന്മ നിറഞ്ഞ പറയും കഷ്ടി ചെല്ലിയെങ്കിലായി അവൾ എഴുന്നേറ്റ് പോകും. അച്ഛാ, വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഇങ്ങനെയാ. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാ പോകുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇനി രണ്ടാമത്തെ, ഈ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെട്ട രണ്ടാമത്തെ ഒരു കേസ് പറയാം. അതും ഒരു കുടുംബത്തിലെ ഒരു മകള്, 3 കുട്ടികളുണ്ട്. അതില് രണ്ടാമത്തേത് പെൺകുട്ടിയാണ്. ഇവളുടെ അവസ്ഥ വളരെ ദാരുണമാണ്. ജീവിതകാലഘട്ടത്തിൽ പഠിച്ചതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെയാണ്. അതുകൊണ്ട് അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിച്ചത്. ഹോസ്റ്റൽ ജീവിതം ഇവൾ വെറുത്തു. ഇവളുടെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇവൾക്ക് അപ്പനോടും അമ്മയോടും ഒരു തരി സ്നേഹമില്ല. നിങ്ങൾ വിശ്വസിക്കോ? അമ്മ ഇവളുടെ കയ്യെ തൊടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അമ്മ കയ്യെ തൊടുന്നതോ അമ്മ ശരീരത്തിൽ തൊടുന്നതോ അവൾക്ക് ഇഷ്ടമല്ല. സ്വന്തം അമ്മ, ബാക്കി പറയണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്വഭാവ രീതി. അപ്പനോട് ഇവള് മിണ്ടിയിട്ട് തന്നെ നാളുകളായി. ഇത് LKG പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. അപ്പൻ എന്ന് പറഞ്ഞാൽ ഇവ കരിശമാണ്, ദേഷ്യമാണ്. അപ്പനോട് ദേഷ്യം മാത്രം. അപ്പൻ വളരെ പ്രസിദ്ധനായ ഒരു സാമൂഹ്യ നേതാവാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ടെലിവിഷനിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന വലിയൊരാളാണ്. പക്ഷേ വീട്ടിലെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കുട്ടിയെക്കുറിച്ച് സംസാരിച്ചും പഠിച്ചും പ്രാർത്ഥിച്ചും വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കുടുംബത്തില് പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പണമുണ്ട്. ആ നാട്ടുകാരുടെ മുമ്പിൽ കുടുംബനാഥൻ വലിയ ആളാണ്. രാവിലെ തന്നെ കയ്യിൽ കക്ഷത്തിൽ ഒരു ഡയറിയൊക്കെ വെച്ചുകൊണ്ട് വലിയ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ടുണ്ട് ഇറങ്ങുന്നത്. നാട് മുഴുവൻ നന്നാക്കും. ടെലിവിഷനിലൊക്കെ വന്നിരുന്നുണ്ട്, രാഷ്ട്രീയ ചർച്ചകൾ നടത്തും. പക്ഷേ വീട്ടിലെ കാര്യം അതോ ഗതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ ഒരു കുടുംബത്തെയും കൂടെ പരിചയപ്പെടുത്താം. ഭാര്യയും ഭർത്താവും 2 കുട്ടികളുണ്ട്. അത് ഇവിടുന്ന് അല്പം ദൂരെയാണ്. കുടുംബനാഥ സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബനാഥനുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചെല്ലണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. എങ്ങനെയാ? അപ്പനെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ അപ്പൻ ജോലി കഴിഞ്ഞ് 2 പേർക്കും ജോലിയുണ്ട്. ഭാര്യ നേഴ്സാണ്, കുടുംബനാഥനും ജോലിയുണ്ട്. അപ്പോൾ ഈ കുടുംബനാഥൻ വൈകുന്നേരം വീട്ടിലെത്തത്തില്ലേ? അച്ഛാ, വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ടൊരു ചായയും കുടിച്ചിട്ട് ഇയാള് ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോകും. അച്ഛാ, 7 മണിക്ക് ഷട്ടിൽ കളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് ഷട്ടിൽ കളി കഴിഞ്ഞ് അവിടെ ചീട്ടുകളി തുടങ്ങും. രാത്രി 11-11:30 വരെ അവിടെ ഷട്ടിൽ കളിയും ചീട്ടുകളിയും കഴിഞ്ഞിട്ടേ വീട്ടിലെത്തൂ. മിക്കവാറും ഞങ്ങൾ എല്ലാവരും അപ്പസാവധാനം ഉറക്കം പിടിച്ചിരിക്കും. അച്ഛാ, ഇത് വർഷങ്ങളായി. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന എൻ്റെ ഭർത്താവ്. കാരണം ഷട്ടിൽ കളിയുണ്ട്, ആരോഗ്യം ശ്രദ്ധിക്കണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചീട്ടുകളിയും. അച്ഛാ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നറിയോ? എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഞങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത് എൻ്റെ വലിയൊരു സ്വപ്നമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ചില അപജയങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും, ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുമെന്നൊക്കെ വചനം പഠിപ്പിക്കുമ്പോൾ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ വീട്ടിൽ നീ പ്രാർത്ഥനയുണ്ടോ എന്നുള്ളതാണ്.
ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥിക്കുന്ന കരിസ്മാറ്റിക് ചേച്ചി വന്നിട്ട് ചോദിച്ചു, അച്ഛാ ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മെമ്പറാണ്. ഞാൻ പറഞ്ഞു വെരി ഗുഡ്. അച്ഛാ ഞാൻ പള്ളിയിൽ ഞാനുണ്ടല്ലോ കുർബാനയ്ക്ക് മുമ്പ് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. അത് നേതൃത്വം കൊടുക്കുന്ന ഞാനാണ്. ഞാൻ പറഞ്ഞു വെരി ഗുഡ്. പക്ഷെ അച്ഛാ എന്റെ സംശയം, വീട്ടിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? പള്ളിയിലുണ്ട് പ്രാർത്ഥന, പിന്നെ ഞാൻ ഒരു പ്രയർ ഗ്രൂപ്പിലുണ്ട്, അവിടെയും പ്രാർത്ഥനയുണ്ട്. പക്ഷെ വീട്ടിൽ പ്രാർത്ഥന ഇല്ല. കാരണം ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് പോരെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കേണ്ട കാര്യം, നീ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷേ അത് മാത്രം മതിയോ? പോരാ. കുടുംബത്തിൽ പ്രാർത്ഥന ഉയർന്നെങ്കിലേ ആ കുടുംബ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ. എൻ ദേശമുണർന്നാൽ ഒരു ഭവനം